നിങ്ങൾ രണ്ടുപേരും എന്റെ പേരിന് കളങ്കം വരുത്തി വെച്ചു. ഭഗവാനെ, ഞങ്ങൾ അവരെ എതിർത്തതാണ്. പക്ഷേ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ഭഗവാനെ, 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 എന്നെ വിടൂ. അങ്ങ് ദയാനിധി അല്ലേ ഭഗവാനെ? ഞങ്ങളോട് ക്ഷമിച്ചാലും ഭഗവാനെ. ഞങ്ങൾ അങ്ങയുടെ ഭക്തരാണ്, ആ വഞ്ചകന്റേതല്ല. ക്ഷമിച്ചാലും ഭഗവാനെ. ആ ഗോകുലവാസികൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അങ്ങയെ എതിർക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം. പക്ഷെ ആ ജോലി കാളിയ സർപ്പത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. കാളിയ സർപ്പം ഗോകുലത്തിലെത്തുന്നതുവരെ എന്റെ അസുരൻ, വൃദ്ധനായ അസുരൻ, എന്റെ പ്രിയപ്പെട്ട അസുരൻ ഗോകുലത്തെ രക്ഷിക്കുമോ? അധ്വാനത്തിൻ കാഹളനാദം പിന്നിൽ മുഴങ്ങുന്നു. ഗോകുലവാസികൾ പാഴ്മണ്ണിനെയോ ഒന്നായി മാറ്റുന്നു. കുഞ്ഞിക്കൈകൾ ഭൂമിയിൽ മറ്റൊരു സ്വർഗം പണിയുമ്പോൾ ഭക്തിയിൽ നിന്നും നവമൊരു ശക്തി ഗോകുലമാകെ നിറയുന്നു. ഗോകുലമാകെ നിറയുന്നു. യമുനാ നദിയോ ബാലികയായി കണ്ണനു താങ്ങാകുമ്പോൾ രാധാമനമോ കണ്ണനു ചുറ്റും കരിവണ്ടായി അലയുന്നു. മാർഗം നന്നാണെങ്കിൽ ലക്ഷ്യം വേഗം കരഗതമാകും. സംഘബലത്താൽ വന്മല പോലും മുന്നിൽ വന്നു നമിക്കും. കുഞ്ഞിക്കൈകൾ ഭൂമിയിൽ മറ്റൊരു സ്വർഗം പണിയുമ്പോൾ, കുഞ്ഞിക്കൈകൾ ഭൂമിയിൽ മറ്റൊരു സ്വർഗം പണിയുമ്പോൾ ഭക്തിയിൽ നിന്നും നവമൊരു ശക്തി ഗോകുലമാകെ നിറയുന്നു. ഗോകുലമാകെ നിറയുന്നു. ഗോകുലമാകെ നിറയുന്നു. അയ്യോ, എന്താ സംഭവിക്കുന്നത്? ഓടിക്കോളൂ. എന്താ ഇത്? എന്താ ഇത്? ഓടിക്കോളൂ. വൃഷഭാനു, ഇതെന്താണ്? ഇത് ഭൂകമ്പത്തിന്റെ ലക്ഷണമാണ്. എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. ഞാനും അതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഗോപികേ, ഗോകുലവാസികളെ, നിങ്ങൾ കൃഷിക്കാരാകാൻ പോവുകയാണോ? ഞാനുള്ളപ്പോൾ ഈ മണ്ണിൽ ഒന്നും വിളയിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിശ്ചയമായും അതെന്റെ സ്വപ്നമായിരിക്കും. യുഗങ്ങളായി ഞാൻ ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ ആ ഗരുഡൻ എന്റെ വാസസ്ഥാനം എങ്ങനെ അറിയാൻ കഴിയും? എന്റെ തെറ്റിദ്ധാരണയാണത്. ഇതാ ഗരുഡൻ തന്നെയാണ്. എന്നെ ആക്രമിക്കാൻ വന്നതാണ്, എന്നെ വധിക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രകമ്പനം ഉണ്ടാവില്ല. അവൻ എന്നെ ആക്രമിക്കുന്നതിന് മുമ്പ്
എന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ഓടിക്കൊള്ളൂ, വേഗം ഓടിക്കൊള്ളൂ. എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിച്ചുകൊള്ളൂ ഗോകുലവാസികളെ. ഈ ഭീകരനായ അസുരൻ നമ്മുടെ ഭൂമി മുഴുവൻ നശിപ്പിച്ചു. ഇനി നാം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് കണ്ണ? അതെ കണ്ണ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളെല്ലാം വൃഥാവിലായില്ലേ? ഇനി നമ്മുടെ ഗോകുലത്തിൽ അന്നത്തിന് ദൗർലഭ്യം ഉണ്ടാകും കണ്ണ. നീ തന്നെ ഞങ്ങളെ രക്ഷിക്കൂ കണ്ണ. മാതാവ് പറയാറുണ്ട്, വിപത്തിനെ പരാജയപ്പെടുത്താൻ 2 മാർഗങ്ങളുണ്ടെന്ന്. സംയമനം, പിന്നെ ആത്മരക്ഷ. ജ്യേഷ്ഠ, അതിനർത്ഥം നമുക്ക് ഇവരെ എല്ലാവരെയും ഏതെങ്കിലും സുരക്ഷിത സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ രക്ഷിക്കേണ്ടി വരുമെന്നാണ്. പക്ഷെ കണ്ണ, ഇവിടെ അങ്ങനെ ഒരു സുരക്ഷിത സ്ഥാനവും അവശേഷിക്കുന്നില്ല. നീ കാണുന്നില്ലേ, ചില സ്ഥലത്ത് ഭൂമി ഇളകിയിരിക്കുന്നു, ചിലയിടങ്ങളിൽ വിണ്ട് കയറിയിരിക്കുന്നു. ജ്യേഷ്ഠ, അന്വേഷിച്ചാൽ ഭഗവാനെ പോലും കണ്ടെത്താം. ജ്യേഷ്ഠ, സുരക്ഷിത സ്ഥാനം ലഭിച്ചു കഴിഞ്ഞു. കണ്ണ, ഇത് കളി പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. ഇപ്പോൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയമാണ്. ജ്യേഷ്ഠ, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് സത്യമാണ്, വികൃതി കാട്ടുന്നതൊന്നുമല്ല. അതാ ആ പർവ്വതത്തെ നോക്കൂ. നാം ആ പർവ്വതത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ കണ്ണ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്താണ് ഒരു പ്രയോജനം? എല്ലാ ഗോകുലവാസികളും അവിടെ സുരക്ഷിതരായിരിക്കും ജ്യേഷ്ഠ. ആ അസുരന് അവിടെ വന്ന് നമുക്ക് നേരെ ഒരു അതിക്രമവും കാട്ടാൻ കഴിയില്ല. കണ്ണ, അവൻ ഭൂമിയുടെ അടിയിൽ നിന്നാണ് വരുന്നത്. അതുവരെ എത്താൻ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അറിയാം ജ്യേഷ്ഠ, അവൻ നദി ഒഴുകും പോലെ ഭൂമിക്കടിയിലൂടെയാണ് വരുന്നത്. അതും സരസ്വതി നദി ഒഴുകുന്നത് പോലെ. ആ നദി ഭൂമിക്കടിയിലൂടെയല്ല ഒഴുകുന്നത്. പക്ഷെ അത് പർവ്വത പ്രദേശമാണ്. പാറകളെ ഭേദിച്ച് കടക്കുക അസാധ്യമായിരിക്കും. പാറകൾ അവന്റെ മാർഗത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കും. കണ്ണൻ പറയുന്നത് ശരിയാണ്. നാം എല്ലാവരും ഉടൻ തന്നെ അവിടെ എത്തണം. വരൂ സോദരെ. എല്ലാവരെയും വിളിക്കൂ അമ്മാവ. എന്റെ പിതാവിനോടും വൃഷഭാനു അമ്മാവനോടും പോയി പറയൂ. എല്ലാവരെയും വിളിച്ച് ആ പർവ്വതത്തിലേക്ക് വരൂ. തീർച്ചയായും. ഗോകുലവാസികളെ, പെട്ടെന്നാകട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ആ പർവ്വതത്തിൽ എത്തണം. അതെ ജ്യേഷ്ഠ, വരൂ ഗോകുലവാസികളെ. നന്ദരാജൻ, കണ്ണൻ നാം എല്ലാവരെയും ആ പർവ്വതത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. വന്നാലും വേഗം വന്നാലും. ശരി, രക്ഷിക്കൂ ഗോകുലവാസികളെ, രക്ഷിക്കൂ, രക്ഷിക്കൂ. വേഗം വരൂ. എല്ലാവരും കൂടി ആ പർവ്വതത്തിൽ എത്തണം. അയ്യോ, എന്താ ഇത്? വേഗം വരൂ. ഭഗവാനെ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ഭഗവാനെ, ഭഗവാനെ, രക്ഷിക്കണേ. ഭഗവാനെ, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. ബലരാമ, രക്ഷിക്കൂ. അമ്മാവ, ഭയക്കാതിരിക്കൂ. അമ്മാവനൊന്നും സംഭവിക്കില്ല. രക്ഷിക്കൂ. വരൂ, വരൂ അമ്മാവ, വരൂ. ബലരാമ, പിടിക്ക. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സുരക്ഷിത സ്ഥാനം കണ്ടെത്തി അവിടെ മറഞ്ഞിരിക്കണം. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഗരുഡ. ഞാൻ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നതെന്ന് നിനക്ക് കണ്ടുപിടിക്കാനേ സാധിക്കില്ല. ബലരാമ, എന്നെ രക്ഷിക്കൂ. ബലരാമ, ബലരാമ, എന്നെ രക്ഷിക്കൂ. ബലരാമ, ബലരാമ, വേഗം വേഗം എന്നെ രക്ഷിക്കൂ. ബലരാമ, ബലരാമ.
ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ കണ്ണ നീ കൃത്യസമയത്ത് തന്നെയാണ് വന്നത്. ജ്യേഷ്ഠ, ഞാൻ എപ്പോഴും സമയത്ത് തന്നെയല്ലേ വരാറുള്ളത്. എന്നാലും ജ്യേഷ്ഠൻ വഴക്ക് പറയാറുണ്ട്. കണ്ണ, മുതിർന്നവരുടെ വഴക്കൽ പോലും സ്നേഹമുണ്ടാകും. അതെ ജ്യേഷ്ഠ. നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളാണ് എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ശരി അമ്മാവ, ഇനി അമ്മാവൻ വേഗം ആ പർവ്വതത്തിലേക്ക് പോയാലും. അയ്യോ രക്ഷിക്കൂ, രക്ഷിക്കൂ, ജ്യേഷ്ഠ, ഗോകുലവാസികൾ വീണ്ടും വിപത്തിലാണെന്ന് തോന്നുന്നു. അതെ കണ്ണ, നമുക്ക് ഉടൻ തന്നെ അവരെ രക്ഷപ്പെടുത്താം. വേഗം വരൂ ജ്യേഷ്ഠ. കണ്ണ, ഈ അസുരന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ കണ്ണ. ഈ അസുരന്മാർ ഞങ്ങളെ വെറുതെ വിടില്ല കണ്ണ. ഇല്ല അമ്മായി, ഈ അസുരന്മാർക്ക് നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, അല്ലേ ജ്യേഷ്ഠ? അതെ അമ്മായി, വരൂ, ആ പർവ്വതത്തിലേക്ക് പോകാം. അവിടെ ഒരു അസുരനും വരാൻ സാധിക്കില്ല. വേഗം വരൂ അമ്മായി, വേഗം. രക്ഷിക്കൂ കണ്ണ, രക്ഷിക്കൂ. ഇല്ല ജ്യേഷ്ഠ. എന്തു പറ്റി കാളിയ? ഭയപ്പെട്ട് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? വരുന്നുണ്ട്, അവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. പിന്നാലെയോ? ആരാണ് പിന്നിലുള്ളത്? ആരെ ഭയന്നിട്ടാണ് ഇത്രയും ശക്തിശാലിയായ കാളിയിൽ ഇങ്ങനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്നത്? എന്റെ ശത്രു ഗരുഡനെ. ആരെ ഭയന്നിട്ടാണ് ഇത്രയും ശക്തിശാലിയായ കാളിയിൽ ഇങ്ങനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്നത്? എന്റെ ശത്രു ഗരുഡനെ. എന്നെ അവനിൽ നിന്ന് രക്ഷിച്ചാലും. ഞാനോ? ഇന്നലെ അനാദരവ് കാട്ടിയിട്ട് ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഓർമ്മയുണ്ടോ കാളിയ? ഇന്നലെ ഭഗവാൻ കംസൻ നിന്റെ സമീപം വന്നിരുന്നു നിനക്ക് അഭയം നൽകുവാൻ. അപ്പോൾ നീ എന്താ പറഞ്ഞത്? എങ്ങനെയായിരുന്നു നീ എന്നോട് പെരുമാറിയത്? എന്നെ തിരസ്കരിച്ചിട്ട് മല്ലയുദ്ധത്തിനായി നീ വെല്ലുവിളിച്ചു. ഇന്ന് എങ്ങോട്ട് പോയി ആ ശാഠ്യം? ആ അഹങ്കാരവും വീരവാദവും എവിടെ? മരണത്തെ തൊട്ടു മുന്നിൽ കണ്ടപ്പോൾ ഭഗവാൻ കംസനെക്കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് ഇപ്പോൾ സ്വന്തം ജീവന് വേണ്ടി യാചിക്കുന്നു. ഗരുഡനിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനായി ഈ ലോകത്ത് മറ്റാരും തന്നെയില്ല. അങ്ങയുടെ കൂടെ ഞാൻ വരാതിരുന്നതും എന്റെ ശത്രു ഗരുഡനോടുള്ള ഭയം കൊണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ പുറത്തിറങ്ങുന്ന നിമിഷം തന്നെ അവനെന്നെ ഇല്ലാതാക്കുമെന്ന്. ത്രികാലജ്ഞാനിയാണ് ഞാൻ, എല്ലാം ഞാൻ അറിയുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അജ്ഞനാണ്. ഏത് കാര്യത്തിൽ? അത് മറ്റൊന്നുമല്ല കാളിയ. സ്വന്തം വിഷജ്വാല കൊണ്ട് പ്രബലരായ യോദ്ധാക്കളെ പോലും എന്നേക്കുമായി മൃത്യുവിന്റെ മടിത്തട്ടിൽ ഉറക്കാൻ തക്ക ശേഷിയുള്ള അതേ കാളിയ സർപ്പം ഒരു സാധാരണ പക്ഷിയെ ഇത്രയും ഭയപ്പെടുകയോ? ആശ്ചര്യം. മറ്റുള്ളവരെ സംബന്ധിച്ച് ഗരുഡൻ ഒരു സാധാരണ പക്ഷി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ നാഗവംശത്തിന് അവനൊരു അസാധാരണ പക്ഷിയാണ്. ഞങ്ങളുടെ അന്തകനാണവൻ. അവന്റെ മുന്നിൽ എന്റെ ശക്തി വെറും ശൂന്യമാണ്. അവൻ വരികയാണ്. ഇനിയവൻ. നിൽക്കൂ. എന്താ നിന്റെ വിചാരം? ഇങ്ങനെ ഓടിയാൽ രക്ഷപ്പെടുമെന്നോ? അത് വെറും തോന്നലാണ്. സ്വന്തം ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു വ്യക്തി അവന്റെ ശത്രുവിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുകയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഭഗവാൻ കംസനെ അഭയം പ്രാപിക്കൂ. അദ്ദേഹത്തിന്റെ ആധിപത്യം സ്വീകരിക്കൂ. അദ്ദേഹത്തിന്റെ ശക്തിയെ ഇദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല നിന്റെ ശത്രുവിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ. ഏകോ അഹം ബുദ്ധി നാസ്തി. എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കൂ. ഭഗവാൻ കംസന്റെ ദയയാണ് ജീവിതം, പിന്നെ ശിക്ഷ മൃത്യു. ഈ സത്യം നിന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊള്ളൂ കാളിയ.
ഭഗവാൻ കംസൻ എല്ലാവർക്കും മൃത്യു നൽകുകയില്ല കേശിനി. ചിലർ ഭഗവാൻ കംസന്റെ മിത്രങ്ങളാകാറുണ്ട്. പിന്നെ ശക്തിശാലിയായ കാളിയനെ പോലുള്ള നാഗങ്ങൾ ഭഗവാൻ കംസന്റെ ദേവന് അർഹരാകാറുമുണ്ട്. ഭഗവാൻ കംസന്റെ മിത്രമാകാനുള്ള അവസരം നിനക്ക് നൽകുകയാണ്. സ്വീകരിക്കൂ കാളിയ. സ്വന്തം മൃത്യുവിന്റെ ഭയത്തിൽ നിന്നും മോചനം നേടൂ. ഇദ്ദേഹം ഇന്നെന്നെ ഗരുഡനിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ തീർച്ചയായും ഞാൻ ഇദ്ദേഹത്തിന്റെ ശക്തിയും ആധിപത്യവും സ്വീകരിച്ചിരിക്കും. ഇത് കാളിയന്റെ വാക്കാണ്. ഭഗവാനെ അഭയം പ്രാപിച്ചാൽ എല്ലാവരും സുരക്ഷിതരായിത്തീരും. ഇപ്പോൾ നീ എന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. ആ ഗരുഡന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കംസന്റെ ആശ്രിതനായ നിന്നെ ആർക്കും ഒരു അഹിതവും വരുത്താൻ സാധിക്കില്ല. കണ്ണ വേഗം എന്തെങ്കിലും ചെയ്യൂ. ഞങ്ങൾ എല്ലാവരും ഈ ഗർത്തത്തിൽ നിന്ന് പുറത്തെത്തിക്കൂ. ജ്യേഷ്ഠ, സമാധാനപ്പെടൂ. ഞാൻ വേഗം എന്തെങ്കിലും മാർഗം കണ്ടെത്താം. എന്തു ചെയ്യും? എപ്രകാരമാണ് ഗോകുലവാസികളെ പുറത്തെത്തിക്കുക? ഒരു കയറുണ്ടെങ്കിൽ കിണറിൽ നിന്ന് ജലമെടുക്കുന്ന പോലെ അവരെ പുറത്തെത്തിക്കാമായിരുന്നു. പക്ഷെ കയർ എവിടെ നിന്ന് ലഭിക്കും? കയർ ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത്രയും ജനങ്ങളെ ഇത്രയും ചെറിയൊരു ബാലകൻ എങ്ങനെയാണ് പുറത്തെത്തിക്കുക? അല്ലയോ വൃക്ഷദേവ, അങ്ങേക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ. ജ്യേഷ്ഠ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. പിടിച്ചുകൊള്ളൂ. ഇതിന്റെ ഒരറ്റത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് വരൂ. വൃത്താസുര, ആ ബാലകനെ കണ്ടില്ലേ? നാം ചെയ്യുന്ന ഈ വിനാശമൊന്നും ആ ബാലകനെ ബാധിച്ചിട്ടേയില്ല. ആ ബാലകൻ ഈ ഗോകുലവാസികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി തോന്നുന്നു വൃത്താസുര. എങ്കിൽ അത് തന്നെയാകട്ടെ. ശവങ്ങൾ ഒരിക്കലും വ്യത്യസ്തമായി തോന്നില്ല. ഞാൻ ആ ബാലകനെയും വധിക്കും. വേഗമാകട്ടെ ജ്യേഷ്ഠ, വേഗമാകട്ടെ. ജ്യേഷ്ഠ, വേഗമാകട്ടെ. വേഗം വേഗം. ആ അസുരൻ ഇങ്ങോട്ടാണ് വരുന്നത്. വേഗമാകട്ടെ ജ്യേഷ്ഠ, വേഗമാകട്ടെ. വേഗമാകട്ടെ ജ്യേഷ്ഠ, അല്ലെങ്കിൽ വിപത്ത് സംഭവിക്കും. കണ്ണ, അഥവാ നീ ഈ ബുദ്ധി ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഗർത്തത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലായിരുന്നു. എല്ലാവരും സമാധി അടയുമായിരുന്നു. സമാധി അടയുന്നത് അവരായിരിക്കും ജ്യേഷ്ഠ. അവരല്ലേ നമ്മുടെ ഈ കൃഷിയിടത്തിൽ അതിക്രമം കാട്ടിയത്?
പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയമല്ല. ജ്യേഷ്ഠൻ എല്ലാവരെയും കൊണ്ട് ആ പർവ്വതത്തിലേക്ക് പോയാലും അതുവരെ ഈ അസുരന്മാരെ ഞാൻ നോക്കിക്കൊള്ളാം. കണ്ണ, നീ വളരെ ശ്രദ്ധിക്കണം. ശരി ജ്യേഷ്ഠൻ എന്നെ കുറിച്ച് വ്യസനിക്കണ്ട. ഞാൻ ഇന്ന് ഈ അസുരന്മാരെ യമപുരിക്ക് അയച്ചിരിക്കും. വേഗമാകട്ടെ ജ്യേഷ്ഠ, അങ്ങോട്ട് പോയാലും. വരൂ ഗോകുലവാസികളെ, പർവ്വതത്തിലേക്ക് പോകാം.